നമുക്ക് ഉണക്കത്തരണ്ടി ചുമന്ന കളറിൽ വെക്കാം. ഉണക്കത്തരണ്ടി ഇതൊരു 1 കിലോയോളം വരും കേട്ടോ. പിന്നെ അതിനാവശ്യമായ സാധനങ്ങൾ തേങ്ങാക്കൊത്ത്, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്. പിന്നെ ഇതിലേക്ക് വേണ്ടത് മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി. ഓക്കെ, 2 മുളക് പൊടി എന്ന് പറഞ്ഞാൽ പിരിയമുളക് പൊടി ഉണ്ടെങ്കിൽ നല്ലതാണ്. എൻ്റെ അടുത്ത് അതില്ല, അതുകൊണ്ട് ഞാൻ സാധാ മുളക് പൊടി തന്നെ ചേർക്കുന്നുള്ളൂ. ഓക്കെ, കറിവേപ്പില അതും വേണം കേട്ടോ. ചട്ടി അടുപ്പത്ത് വെച്ച് നമുക്ക് തീ കത്തിക്കാം. അതിലേക്ക് ഞാൻ എണ്ണ ഒഴിച്ച്, എണ്ണ ചൂടായി നമുക്കതിലേക്ക് ഇച്ചിരി ഉലുവ ഇടാം. ഉലുവ, കടുക് അത് പൊട്ടട്ടെ. ഉലുവയൊക്കെ നല്ലോണം കരിഞ്ഞ് ഇനി നമുക്കതിലേക്ക് വെളുത്തുള്ളി ഇടാം, ഇഞ്ചി ഇടാം, പിന്നെ തേങ്ങാക്കൊത്ത് ഇടാം, പിന്നെ പച്ചമുളക് ഇടാം. ഓക്കെ, കറിവേപ്പില ഇടാം. എല്ലാം ഏറെക്കുറെ മൂത്തു. ഇനി നമുക്കിതിലേക്ക് മല്ലിപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾ പൊടി. ഓക്കെ, ഇത് മൂത്തു. ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിക്കാം. ഇതിലേക്ക് നമുക്ക് പുളി ഇടാം. ഇനി ഇത് തിളയ്ക്കട്ടെ. വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി തിളച്ച് കഴിഞ്ഞ് നമുക്ക് കഷ്ണം ഇടാം. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, അറിയാതെ ആരും ഉപ്പിട്ട് പോകരുത് കേട്ടോ, മറന്നു പോകരുത്. ഉണക്കമീനല്ലേ, നമ്മൾ പെട്ടെന്ന് കറി വെക്കുമ്പോൾ ഓർമ്മയില്ല, പെട്ടെന്ന് ഉപ്പിട്ട് പോകും. എൻ്റെ ഒരു സ്വഭാവം കേട്ടോ, എന്നെപ്പോലെ ആരെങ്കിലും ഉണ്ടാകുമല്ലോ. അപ്പോൾ അറിയാതെ ഉപ്പിട്ട് പോകരുത്. പിന്നെ ഇത് ഞാൻ നേരം വെളുത്ത് രാവിലെ എണീറ്റ് ഇത് ഞാൻ വെള്ളത്തിലിട്ടതാട്ടോ. തലേദിവസം കഷ്ണമാക്കി വെച്ചു. പിന്നെ ഞാനിത് രാവിലെ എണീറ്റ് വെള്ളത്തിലിട്ട് നല്ലോണം ഉപ്പ് കളഞ്ഞിട്ടാണ്, പാകത്തിന് ഉപ്പ് ഈ മീനിനുണ്ടാവുള്ളൂ. അപ്പം ആരും ഉപ്പിടരുത് കേട്ടോ. നേരത്തെ വെള്ളത്തിലിട്ട് വെച്ച് വേണം മീൻ കറി വെക്കാനെന്ന് വെച്ചാൽ ഇതിന് ഭയങ്കര ഉപ്പുള്ള മീനാണ്. ഓക്കെ, ഇതിലേക്ക് ഇനി മീനിട്ടു. അപ്പം മീൻകറി ഓക്കെ ആയിക്കൊണ്ടിരിക്കുകയാണ്. സൂപ്പറാണ്, അടിപൊളി മീൻകറി കേട്ടോ. ഞാൻ ടേസ്റ്റൊക്കെ നോക്കി, അപ്പം നന്നായിട്ടുണ്ട്. ഇവിടെ എന്ന് പറഞ്ഞാൽ തിരണ്ടി മീൻ കറി വെക്കുമ്പോൾ ഇവിടെ ഇച്ചിരി ചാറായിട്ട് വേണം കേട്ടോ. പപ്പായ്ക്ക് ചാറ് വേണം. അപ്പോൾ അതുകൊണ്ട് ഞാനിത് കുറച്ചുകൂടെ വെള്ളം വറ്റിക്കും. ഇത്രയല്ല, കുറച്ചുകൂടെ വെള്ളം ഞാൻ വറ്റിക്കും, എന്നിട്ട് ഇത് ഓഫാക്കും കേട്ടോ. അപ്പം ഈ വീഡിയോ കാണുന്നവർ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ഇത് കണ്ടോ, തേങ്ങാക്കൊത്തൊക്കെ ഇരുന്നെടുത്ത് തിന്നാൻ നല്ല ടേസ്റ്റ് കേട്ടോ. പിന്നെ അതുമല്ല, ഈ തേങ്ങാക്കൊത്ത് മാത്രമല്ല, ഈ പച്ചമുളക് നല്ല ടേസ്റ്റാണ്. ഈ മീൻ കറിക്കകത്തുനിന്ന് പുളിയും ഈ മീനിൻ്റെ രുചിയും എല്ലാം കൂടെ കൂട്ടിയിട്ട് ഇതിന്ന് ഇങ്ങനെ മീൻ കഷ്ണം പച്ചമുളകിൻ്റെ കഷ്ണം എടുത്ത് തിന്നുന്നത് നല്ല ടേസ്റ്റ് കേട്ടോ. അപ്പോൾ ഈശ്വരൻ്റെ വായിക്കടെ വെള്ളം വരുന്നു. അപ്പോൾ ഈ വീഡിയോ കാണുന്നവർ നോക്കിയിട്ട് ഉണ്ടാക്കി നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ ഇതിനി ഞാൻ വാങ്ങാറാകുമ്പോൾ ഞാൻ ഇതിൻ്റെ മുകളിൽക്കൂടെ കുറച്ച് പച്ച വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ കാണുന്നവർ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.